ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ IT സെക്ടേഴ്സിൻ്റെ എല്ലാം തന്നെ പോസിറ്റിവിറ്റി കാരണം നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത കാഴ്ചയാണ് കണ്ടത്. കൂടാതെ തന്നെ മിനിഞ്ഞാന്ന് FIs അവരുടെ 11 ദിവസത്തെ കണ്ടിന്യൂസ് സെല്ലിങ്ങിന് ശേഷം 2000 കോടി രൂപയുടെ മുകളിൽ ബൈയിങ് ഉണ്ടായിരുന്നു. ഈവൻ ദോ ഇന്നലെ FIs സെല്ലേഴ്സ് ആയിരുന്നു, 150 കോടി രൂപ സെല്ല് നടത്തി. പക്ഷേ DIs 5000ൻ്റെ ഹ്യൂജ് ബൈയിങ് നടത്തി മാർക്കറ്റിനെ വീണ്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് US ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. ഇന്നലെ US മാർക്കറ്റ് സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. കാരണം US വലിയൊരു ഡേറ്റ വരെയാണ് ഇൻഫ്ലേഷൻ ഡേറ്റ. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ നാളെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കീ ഇവൻ്റാണ് ഈ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ റെലവൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ കോഷ്യസ് ആയിട്ട് തന്നെ എല്ലാ ദിവസത്തെ പോലെയും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം, ഡോ 220 പോയിൻ്റ് ഏറ്റവും താഴെ നെഗറ്റീവാണ്. കൂടാതെ യൂറോപ്യൻ മാർക്കറ്റും FTSE നെഗറ്റീവായിരുന്നു. കൂടാതെ ഡാക്സ് നെഗറ്റീവായിരുന്നു, ജർമ്മനും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് മിഡിലായിട്ട് ഫ്ലാറ്റായ രീതിയിലാണ്. ജപ്പാനും കൊറിയയും എല്ലാം തന്നെ ഒരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ് കോയിനിൽ ഏകദേശം $2000 ഒരു അപ്സൈഡ് കാണുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റ് ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ, ഒരു പ്രത്യേക ഒരു സെൻറ്റിമെൻറ്റ്സ് ഒന്നും തന്നെ ഏഷ്യൻ മാർക്കറ്റിലോ US ഫ്യൂച്ചറിലോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ട്രേഡ് നടത്താനായിട്ട് ഇൻട്രാഡേ, മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഓപ്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഫാറായിട്ടുള്ള കോൺട്രാക്റ്റുകൾ പല ബ്രോക്കേഴ്സിനും കിട്ടാറില്ല. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇൻഫോസിസിൻ്റെ ബോർഡ് മീറ്റിംഗ് ഇന്നാണ്. അവരുടെ ഷെയർ ബൈബാക്ക് ന്യൂസിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി അവർ 70,000 കോടി രൂപയുടെ സബ്മറൈൻ പ്രൊജക്റ്റ് അവർ ഇന്ത്യൻ നേവിയായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ടേഗ ഇൻഡസ്ട്രീസ് കമ്പനി മോളി ക്യാബിലെ ഒരു മേജർ സ്റ്റേക്ക് അവർ $1.5 ബില്യൺ അക്യൂർ ചെയ്തു. ടോറൻറ്റ് ഫാർമ കമ്പനി ടോറൻറ്റ് ഊർജ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 26% സ്റ്റേക്ക് അവർ 792 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. ഐഷർ മോട്ടേഴ്സ് GST കട്ട് ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് സെപ്റ്റംബർ 22 മുതൽ കിട്ടും. CNGയും LNG വെഹിക്കിൾസിനെല്ലാം തന്നെ GST കട്ടുകളെല്ലാം തന്നെ പ്രാബല്യത്തിൽ വന്നു. ജുപിറ്റർ വാഗൺ കമ്പനി ഇവരുടെ സബ്സിഡിയറി കമ്പനിക്ക് 113 കോടി രൂപയുടെ ഒരു റെയിൽവേ ഓർഡർ ലഭിച്ചു. 5 സ്റ്റാർ ബിസിനസ് കമ്പനി ഇവർ 4,000 CR റൈസ് ചെയ്യുന്നുണ്ട്, ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്, നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത്. RVNL കമ്പനി ഇവർക്കും 16,000 കോടി രൂപയുടെ ഒരു ഹ്യൂജ് ഓർഡർ സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഓർഡർ. അപ്പോൾ ഈ ഓർഡറിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ടെൻഡർ സമർപ്പിച്ചിട്ടുള്ളത് RVNL ആണ്. മുത്തൂറ്റ് കമ്പനി 200 കോടി രൂപ ഇവരുടെ മുത്തൂറ്റ് ഹോം ഫിന്നിൽ ഫണ്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി ലാർജസ്റ്റ് ഗ്യാസ് കാരിയർ ഇവർ ബൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഉഷറായിട്ട് ഇവർ പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഹൈവേ ഇൻഫ്ര പ്രൊജക്റ്റ് 69 കോടി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ലുപ്പിൻ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഓതറൈസേഷൻ അപ്രൂവൽ ലഭിച്ചു. ഷ്യാം മെറ്റാലിക്സ് കമ്പനി ഇവർ ക്രാഷ് ബാരിയർ മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ദീപക് ഫെർട്ടിലൈസർ കമ്പനി ഇവർ സൺ ഷുവർ എനർജി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് റിന്യൂവബിൾ ബിസിനസ് ചെയ്യാനായിട്ട് ധാരണയായി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.